ചെടിയിലെ കൊള്ളക്കാരൻ്റെ കഥ. പേര് മൂടില്ലാത്ത ആളി എന്നാണ്. പ്രത്യേകിച്ച് മൂടൊന്നുമില്ല. എന്താ ഈ കാണുന്ന മഞ്ഞ കളറിൽ കിടക്കുന്ന മൂടില്ലാത്ത ആളി എന്ന് പറയും. ഇത് ഏത് കളയായാലും ശരി, കൃഷിയോഗ്യമായത് ഏത് മരത്തിലായാലും ശരി, ഇതിനെക്കുറിച്ച് പറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതാ സസ്യങ്ങളെ മരത്തിൻ്റെയൊക്കെ ഇലകളിൽ നിന്നും തടികളിൽ നിന്നും തൊലിയിൽ നിന്നൊക്കെ ഇതിന് വേണ്ട ഭക്ഷണം കണ്ടെത്തി വള്ളിപ്പടർപ്പ് പോലെ പോയി ആ മരത്തെ ഉണക്കും. പണ്ട് നാട്ടിൻപുറങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കാണാനില്ല. കൊല്ലം ജില്ലയിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, കിഴക്കൻ മലയോര മേഖലയിൽ. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് വന്നപ്പോഴാണ് ഇതിനെ കണ്ടത്. ഇത് ചുറ്റി വരിഞ്ഞ് സകലതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു കാലം നമ്മളിത് കുട്ടികളിത് വച്ചുകൊണ്ട് പോയി ഒരേ സ്ഥലങ്ങളിൽ കൊണ്ടിടുമായിരുന്നു. പൂച്ചെടിയൊക്കെ തോനെയുള്ള സ്ഥലത്ത് കൊണ്ടിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വംശം നശിച്ച്. ഇത് നല്ല ഔഷധ ഗുണമുള്ളതാണ്. കാരണം എല്ലാം നല്ല വേണ്ടതും വേണ്ടാത്ത ഏതും തിന്നും. ഇതിപ്പോൾ കേരള സർക്കാർ ഇത് കാണണം, കണ്ടിട്ട് ഈ മൂടില്ലാത്താളി പരമാവധി പറിക്കണം. കേരള സർക്കാർ എന്നല്ല, വനങ്ങളിൽ കൊണ്ടു ചെന്നിട്ട് കഞ്ചാവ് വളർത്തുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ കൊണ്ടു ചെന്നിട്ട് എൻ്റെ മണ്ടയെ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ചിലവില്ലാതെ സകല കഞ്ചാവ് തോട്ടവും ഇത് തീരുമാനമാക്കും. സർക്കാരെ കണ്ണു നിറയെ കാണുക. കഞ്ചാവ് നശിപ്പിക്കാൻ എളുപ്പമാർഗം.